नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 44. കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു. പേജ് നമ്പർ 396. അയൽ നാട്ടിലെ രാജാക്കന്മാരൊക്കെ കംസനെ പേടിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ കംസൻ്റെ മരണത്തെ തുടർന്ന് ഉഗ്രസേനൻ്റെ പുനഃപ്രതിഷ്ഠയോടെ അയൽ രാജാക്കന്മാർക്കെല്ലാം സർവ്വവിധ സുഖങ്ങളും പാരിതോഷികങ്ങളും നൽകപ്പെട്ടിരിക്കുകയാണ്. അവർ സ്വന്തം ഭവനങ്ങളിലേക്കു മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയമായ ഈ വക ക്രമീകരണങ്ങളെ തുടർന്ന് കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും കരുത്തുറ്റ കരങ്ങളാൽ സംരക്ഷിതരായ മധുര നിവാസികൾക്ക് മധുരയിലെ വാസം കൂടുതൽ ആനന്ദകരമായി തോന്നി. കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സാന്നിധ്യത്തിലുള്ള സദ്ഭരണത്തിൻ്റെ ഫലമായി തങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും പൂർണ്ണമായി നിറവേറ്റുന്നതിൻ്റെ സംതൃപ്തി മധുര നിവാസികൾക്ക് അനുഭൂതിയായി. അതുമല്ല, കൃഷ്ണനെയും ബലരാമനെയും എന്നും നേർക്കുനേർ ദർശിക്കുന്നതിനാൽ ഭൗതികമായ കഷ്ടപ്പാടുകളെല്ലാം അവർ പാടെ മറന്നു കഴിയുകയും ചെയ്തു. കൃഷ്ണനും ബലരാമനും ഭംഗിയായി വസ്ത്രദാനം ചെയ്ത് മന്ദസ്മിതത്തോടെ തെരുവീഥിയിലൂടെ അങ്ങുമിങ്ങും നോക്കിക്കൊണ്ടു നടക്കുമ്പോൾ മുകുന്ദൻ്റെ ദർശനം ഒന്നുകൊണ്ട് തന്നെ പൗരജനങ്ങളിൽ ആനന്ദാതിരേകം തിരതല്ലി. മുക്തിയും അതീന്ദ്രിയാനന്ദവും നൽകാൻ കഴിയുന്നവൻ എന്നാണ് മുകുന്ദൻ എന്ന പദത്തിൻ്റെ അർത്ഥം. യുവതലമുറയ്ക്ക് മാത്രമല്ല കൃഷ്ണൻ്റെ സാന്നിധ്യം ഉത്തേജകമായി ഭവിച്ചത്. കൃഷ്ണനെ സ്ഥിരമായി കാണുന്നതിൻ്റെ ഫലമായി മധുരയിലെ വൃദ്ധജനങ്ങൾ പോലും യൗവന സഹജമായ ഓജസ്സും ശക്തിയും ആർജിച്ചു ഊർജ്ജസ്വലരായി തീർന്നു. കൃഷ്ണനും ബലരാമനും മധുരയിലായതിനാൽ നന്ദമഹാരാജാവും യശോദയും മധുരയിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവർ വൃന്ദാവനത്തിലേക്കു മടങ്ങാൻ തീരുമാനിച്ചു. കൃഷ്ണനും ബലരാമനും അവരുടെ മുമ്പേ നടന്നു. വികാരാവേശത്തോടും വാത്സല്യപൂർവവും അവർ നന്ദനെയും യശോദയെയും ആശ്ലേഷിച്ചു. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായിട്ടാണു ഞങ്ങൾ ജനിച്ചതെങ്കിലും നിങ്ങളായിരുന്നു നമ്മുടെ യഥാർത്ഥ മാതാപിതാക്കൾ. കാരണം ജനിച്ച നാൾ മുതൽ തികഞ്ഞ സ്നേഹത്തോടും വാത്സല്യത്തോടും നമ്മെ വളർത്തിക്കൊണ്ടുവന്നതു നിങ്ങളായിരുന്നു. നിങ്ങൾ നമുക്ക് നൽകിയ വാത്സല്യം
ആർക്കും സ്വന്തം കുഞ്ഞിനു പോലും നൽകാൻ കഴിയുന്നതിൽ കൂടുതലായിരുന്നു. നിങ്ങളാണ് നമ്മുടെ യഥാർത്ഥ മാതാപിതാക്കൾ. കാരണം നാം കേവലം അനാഥരെ പോലെയായിരുന്ന കാലത്ത് സ്വന്തം കുഞ്ഞിനെ പോലെ ഞങ്ങളെ വളർത്തി. ചില പ്രത്യേക കാരണങ്ങളാൽ ഞങ്ങളെ സ്വന്തം മാതാപിതാക്കൾ തിരസ്കരിച്ചു. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. ഞങ്ങളെ വിട്ട് വൃന്ദാവനത്തിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേർപാടിൻ്റെ വേദന എനിക്കറിയാം. എൻ്റെ യഥാർത്ഥ മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും ഒപ്പം മുത്തച്ഛനും ബന്ധുജനങ്ങൾക്കും അല്പമെങ്കിലും സംതൃപ്തി നൽകിയ ശേഷം ഞാൻ വൃന്ദാവനത്തിലേക്ക് മടങ്ങി വരുമെന്ന് മാത്രം ഉറപ്പു തരുന്നു. കൃഷ്ണനും ബലരാമനും മധുരവചനങ്ങൾ കൊണ്ടും വിലയേറിയ വസ്ത്രങ്ങൾ കൊണ്ടും മറ്റു ഗൃഹോപകരണങ്ങൾ കൊണ്ടും നന്ദനെയും യശോദയെയും സംതൃപ്തരാക്കി. വൃന്ദാവനത്തിൽ നിന്നു മധുരയിലെത്തിയ അവരുടെ അയൽക്കാരെയും ആവും വിധമൊക്കെ സന്തോഷിപ്പിച്ചാണു മടക്കി അയച്ചത്. ബലരാമനോടും കൃഷ്ണനോടുമുള്ള അത്യധികമായ പിതൃവാത്സല്യം മൂലം നന്ദമഹാരാജാവിൻ്റെ കണ്ണുകൾ ഈറനായി. അദ്ദേഹം അവരിരുവരെയും മാറോടണച്ച ശേഷം ഗോപന്മാരുമൊത്തു വൃന്ദാവനത്തിലേക്കു യാത്രയാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ.